അതായത് ലിനേഴ്സിന്റെ വർഗീകരണ തലങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം ലിനേഴ്സ് ആരാണെന്നൊക്കെ നമുക്കറിയാം അല്ലെ. ആരാണ് ലിനേഴ്സ്? ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി ആണ്. അതായത് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കാൾ ലിനേഴ്സ്. അദ്ദേഹം എന്തൊക്കെയാണ് ആവിഷ്കരിച്ചത്? ഹി പ്രപ്പോസഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആൻഡ് സജസ്റ്റഡ് ദ ടാക്സോണമിക് ഹയറാർക്കി. അതായത് വർഗീകരണ തലങ്ങളും അതേപോലെ ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിമാന പദ്ധതി. എന്താണ് ദ്വിമാന പദ്ധതി എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു ഹോമോസാപ്പിയൻസ്, മനുഷ്യന്റെ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമമാണ് എന്ത്? ഹോമോസാപ്പിയൻസ്. അതിന്റെ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് 2 വേർഡ് അല്ലേ? ഈ 2 വേർഡ് ഒരു പേരിന് കൊടുത്തത് ആവിഷ്കരിച്ചത് ആരാണ്? ഈ കാൾ ലിനേഴ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം സ്വീഡൻകാരനാണ്. നമുക്ക് നോക്കാം ലിനേഴ്സ് ക്ലാസിഫിക്കേഷൻ. അതായത് കാൾ ലിനേഴ്സിന്റെ വർഗീകരണ തലങ്ങൾ. എന്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരണ തലങ്ങൾ? ടാക്സോണമി ഹയറാർക്കി നോക്കാം. നമുക്ക് വർഗീകരണ തലങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം വർഗീകരിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹം നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങളാണ് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിങ്ങനെയായിട്ടാണ് അദ്ദേഹം തിരിച്ചിട്ടുള്ളത്. എന്താണ് ഈ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ കേസ് പറയുകയാണെങ്കിൽ ചിത്രത്തോട് നോക്കിയാൽ ഈ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജീവജാലങ്ങളെ, അല്ലെങ്കിൽ ഈ ഒരു പൂച്ച അല്ലെങ്കിൽ ഡോഗ്, അങ്ങനെ ഒറ്റൊന്നിനെ സ്പെസിഫൈ ചെയ്ത് പറയാനുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു തലാണ് ഇത് സ്പീഷീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ തുടങ്ങുന്നത് കിങ്ഡത്തിൽ നിന്നാണ്. ഈ കിങ്ഡത്തിൽ ഉൾപ്പെട്ടതാണ് ഒന്നുകിൽ പ്ലാന്റ്സ് മൊത്തത്തിൽ, അതായത് സസ്യങ്ങൾ ഒരു മൊത്തത്തിൽ, അല്ലെങ്കിൽ അനിമൽസ് അതായത് ജീവജാലങ്ങൾ ഒരുമിച്ച്. അപ്പൊ നമുക്ക് ഇവിടെ പൂച്ചയുടെ കേസാണ് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ പൂച്ച എന്താണ്? ഒരു അനിമൽ അല്ലേ? അതുകൊണ്ട് അനിമൽസിന്റെ കേസിലാണ് പറയാ. അതായത് കിങ്ഡം അനിമേലിയയിൽ എന്തൊക്കെ ഉൾപ്പെടുക? ഇറ്റ് ഇൻക്ലൂഡ് ഓൾ അനിമൽസ്, അതായത് എല്ലാ ജീവജാലങ്ങളും ഇതിൽ ഉൾപ്പെടും. പിന്നീട് ഫൈലത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് കുറഞ്ഞതായിട്ട് കാണാം അല്ലെ? ഏതൊക്കെയാണ് കുറഞ്ഞത്? സ്റ്റാർ ഫിഷ്, ബട്ടർഫ്ലൈ, ഒച്ച് എന്നിങ്ങനെ ഇതിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ക്ലാസ്സിലോട്ട് പോവുകയാണെങ്കിലോ ഫ്രോഗിന്റെ അതേപോലെ കുറെ ഫിഷുകളുടെ കുറവുണ്ട്. അടുത്തതായിട്ട് ഓർഡറിലോട്ട് പോവുകയാണെങ്കിൽ സീബ്ര, ഡോൾഫിൻ എന്നിവയുടെ കുറവും ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഫാമിലി ആണെങ്കിലോ ഇവിടെ ടൈഗർ അതേപോലെ ഫോക്സ് എന്നിങ്ങനെയൊക്കെ കുറവാണ്. അതേപോലെ തന്നെ ഫാമിലിയിലോട്ട് വരികയാണെങ്കിൽ മങ്കി, ബിയറിന്റെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. ജീനസിലോട്ട് വരികയാണെങ്കിൽ ബിയറിന്റെ എണ്ണം ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഓരോന്നോരോന്ന് കുറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റൊന്ന് മാത്രമായിട്ടാണ് മാറുന്നത്. കണ്ടില്ലേ? ഇങ്ങനെയാണ് ലിനേഴ്സ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങൾ. അതായത് ഈ സ്പീഷീസുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്? ജീനസ് ഉണ്ടായിട്ടുള്ളത്. ജീനസ് കൂടി ചേർന്നിട്ടാണ് ഫാമിലി. ഫാമിലി കൂടി ചേർന്നിട്ടാണ് പിന്നീട് ഓർഡർ ആയിട്ട് മാറിയിട്ടുള്ളത്. ഓർഡർ പിന്നീട് ക്ലാസ് ആയിട്ടും, ക്ലാസ് പിന്നീട് ഫൈലമായിട്ടും, ഫൈലം ജോയിൻ ചെയ്താണ് പിന്നെ കിങ്ഡം. അതായത് കിങ്ഡം ആണ് ഇതിലെ ഏറ്റവും വലിയ തലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. According to biological definition, species is a group of organisms that can produce fertile offspring through sexual reproduction. Species is the basic level of classification. Organisms of a species share maximum similarity of features. അതായത് ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് എന്ത് പറയുന്നത്? സ്പീഷീസ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് എന്ത്? സ്പീഷീസ് കേട്ടോ. സ്പീഷീസ് ആണ് വർഗീകരണ തലത്തിന്റെ അടിസ്ഥാന തലം. സവിശേഷതകളിൽ ഏറ്റവും അധികം സാമ്യം പുലർത്തുന്ന സ്പീഷീസുകളിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ തമ്മിലാണ്. Organism of a similar species constituted the genus. Similar genus constituted the family, and family joined to order. Various order constituted the class. Related classes joined to form phylum. All phyla constituted the kingdom, which is the highest level. അതായത് കിങ്ഡം ആണ് ഏറ്റവും ഹയസ്റ്റ് ലെവല്. ആദ്യം സ്പീഷീസ്, പിന്നെ ജീനസ്, പിന്നെ ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം. അതായത് സമാന സ്പീഷീസുകൾ ചേർന്നാണ് ജീവികളുടെ കൂട്ടമാണ് ജീനസ് എന്ന് പറഞ്ഞല്ലോ. ജീനസുകൾ ചേർന്നാണ് പിന്നീട് എന്ത്? ഫാമിലി ആയി മാറുന്നത്. ഫാമിലികൾ ചേർന്ന് ഓർഡറും, പിന്നീട് ഓർഡറുകൾ ചേർന്ന് ക്ലാസും, അതേപോലെ ക്ലാസുകൾ ചേർന്ന് ഫൈലം രൂപപ്പെടുന്നു. അവസാനം എന്താ ഉണ്ടാകുന്നത്? ഫൈലങ്ങൾ കൂടി ചേർന്ന് ഏറ്റവും ഉയർന്ന തലമായ കിങ്ഡവും ഫോം ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പൂച്ചയുടെ തന്നെ
ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു പിക്ചറിൽ കണ്ടാണ് നമ്മൾ ലാസ്റ്റ് സ്പീഷീസ് കാറ്റ് തന്നെയാണ് വരുന്നത്. കാറ്റിന്റെ എങ്ങനെയാണ് കാറ്റിന്റെ രീതിയിലേക്ക് മാത്രം, അല്ലെങ്കിൽ കാറ്റ് ഒരു സ്പെസിഫിക് ആയിട്ട് മാറിയത്, പ്രത്യേകത ഉള്ളത് മാറിയത് എന്ന് നോക്കാം. ഇവിടെ പൂച്ചയുടേതാണ് പറയുന്നത് കേട്ടോ. പൂച്ചയുടേത് പറയുകയാണെങ്കിൽ ഇതിന്റെ കിങ്ഡം എന്ന് പറയുന്നത് അനിമേലിയ ആയിരിക്കും. അതേപോലെ ഫൈലം എന്ന് പറയുന്നത് കോർഡേജി ആയിരിക്കും. ക്ലാസ് മമ്മേലിയ ആയിരിക്കും. അതേപോലെ ഓർഡർ കാർണിവോർ ആയിരിക്കും. ഫാമിലി ഫെലിഡെ ആയിരിക്കും. ജീനസ് ഫെലിസ് ആയിരിക്കും. സ്പീഷീസ് എന്തായിരിക്കും? ഡൊമസ്റ്റിക്കസ് ആയിരിക്കും. ഇതെങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞുതരാം. അതായത് കിങ്ഡം അനിമേലിയയിൽ ഉൾപ്പെട്ടതാണ് എന്ത്? എല്ലാ ജന്തുക്കളും ഉൾപ്പെടും, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻക്ലൂഡ് ഓൾ അനിമൽസ്. അതേപോലെ ഫൈലം കോഡേറ്റയിൽ ഉൾപ്പെടുന്നതാണ് ഇൻക്ലൂഡ് വെർട്ടബ്രേറ്റ്സ് ഓൺലി. അതായത് ഏതെങ്കിലും ഇഫ് വൺ അനിമൽ ഇൻക്ലൂഡ് വെർട്ടബ്രൽ കോളം ദാറ്റ് ഇൻക്ലൂഡ് ഇൻ കോഡേറ്റ. അതായത് നട്ടലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നതാണ് എന്ത്? ഫൈലം കോഡേറ്റ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്ലാസ് മമ്മേലിയ. മമ്മൽസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ് ഈ മമ്മൽസ് എന്ന് പറഞ്ഞാല്? കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന, അതായത് പാല് കൊടുക്കുന്ന, പാൽ ഊട്ടി വളർത്തുന്ന എല്ലാ മൃഗങ്ങളും മമ്മൽസ്, ക്ലാസ് മമ്മൽസിൽ പെടുന്നതാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, പൂച്ചയുടെ കുഞ്ഞിന് പാലൂട്ടുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? അതേപോലെ റാബിറ്റ്, മുയലൊക്കെ കണ്ടിട്ടുണ്ട്. ലയണൊക്കെ എക്സാമ്പിൾ വരെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇവരൊക്കെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന മൃഗങ്ങളാണ്. അതുകൊണ്ടാണ് ഇവര് ക്ലാസ് മമ്മേലിയയിൽ ഉൾപ്പെട്ടത്. ഇൻക്ലൂഡ് ദ വെർട്ടബ്രേറ്റ്സ് ദാറ്റ് ഫീഡ് ദെയർ യങ് വൺസ് വിത്ത് മിൽക്ക്. ക്ലാസ് വരെ പറഞ്ഞു. അടുത്ത ഇനി എന്താ നമുക്ക് പറയാനുള്ളത്? ഓർഡർ പറയുകയാണെങ്കിൽ കാർണിവോറ. എങ്ങനെയാണ് കാർണിവോറയിൽ അവർ ഉൾപ്പെടുന്നത്? മമ്മൽസ് ദാറ്റ് ഹാവ് ടീത്ത് ടു ടിയർ ഓഫ് ഫ്ലഷ്. അതായത് ഒരു മാംസത്തിനെ ടിയർ ഓഫ്, അതായത് കടിച്ചു കീറാവുന്ന പല്ലുകൾ ഉണ്ട്. ആർക്കൊക്കെ? ഈ സിംഹത്തിനും അതേപോലെ കാറ്റ്, ടൈഗർ, ഇവർക്കൊക്കെ എന്തുണ്ട്? കടിച്ചു കീറാൻ പറ്റുന്ന, ബിയറിനൊക്കെ കടിച്ചു കീറാൻ പറ്റുന്ന പല്ലുകളുണ്ട്. അതേപോലെ ഫാമിലിയിൽ ഫെലിഡെ ഗ്രൂപ്പിലാണ് ഇവർ പെട്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഫാമിലി ഫെലിഡെ ഇവർ പെട്ടതെന്ന് നോക്കാം. ദോസ് വിത്ത് വിഡ്രോവബിൾ ക്ലോസ് അലോങ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഡർ കാർണിവോറ. അതായത് കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങൾ. നമുക്കറിയാം, ഈ പൂച്ചയൊക്കെ നമ്മൾ ഇറിറ്റേറ്റ് അല്ലെങ്കിൽ ശല്യപ്പെടുത്താൻ പോയാൽ എന്താ ചെയ്യുക? അവര് മാന്താൻ ശ്രമിക്കും. അതുവരെ അവർ വെക്കുന്ന കയ്യിൽ നഖമൊന്നും നമ്മൾ കാണില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും കാട്ടിയാലോ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താല്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജന്തുക്കള് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ നഖം ഇങ്ങനെ പുറത്തോട്ട് വരുന്നത് കാണാം. ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അവർ ഫാമിലി ഫെലിഡയിൽ പെട്ടിട്ടുള്ളത്. അതേപോലെ അടുത്തത് പറയാനാണ് ജീനസ് ഫെലിസ്. ജീനസ് ഫെലിസിലാണ് ഇവർ പെട്ടിട്ടുള്ളത്. എന്താണ് ഫെലിസിൽ പെടാനുള്ള കാരണം? ഷോ ഫീച്ചേഴ്സ് ഓഫ് ദ ഫാമിലി ഫെലിഡെ. അതായത് ഫെലിഡെ ഫാമിലിയിൽ പെടാനുള്ള എല്ലാ അർഹതകളും ആർക്കൊക്കെ ഉണ്ട്? പൂച്ചക്കും അതേപോലെ ടൈഗറിനൊക്കെ ഉണ്ട്. സ്മോൾ സൈസ്ഡ് ബോഡി, നോ റോറിംഗ് സൗണ്ട്. അതായത് ഇവരുടെ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ചെറിയ ബോഡിയാണ്. അതേപോലെ സൗണ്ട് എന്ന് പറയുന്നത് ഗർജിക്കൊന്നുമില്ല. ഈ സിംഹത്തിന്റെ കടുവയുടെ പോലെയൊക്കെ ഗർജിക്കില്ല. ഇവർ പൂച്ചകളെ സൗണ്ട് ഉണ്ടല്ലോ, ചെറിയ സൗണ്ട്, വലിയ ഗർജനമൊന്നും ഉണ്ടാവില്ലല്ലോ. അതാണ് ഇവരെ ഫെലിസിൽ ഉൾപ്പെടുത്താൻ കാരണം. അടുത്തതായിട്ട് പറയുന്നത് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. അതായത് ഈ പൂച്ചയുടെ പേരെന്ന് പറയുന്നത്, അതായത് ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണല്ലോ. ഈ ഡൊമസ്റ്റിക്കസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ് കേട്ടോ. ഈ സ്പീഷീസ് ഡൊമസ്റ്റിക്കിൽ പെടാനുള്ള കാരണം എന്താണ്? അലോങ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ജീനസ് ഫെലിസ് ഷോ യുണീക് ഫീച്ചേഴ്സ് ഓഫ് ദ ഡൊമസ്റ്റിക് കാറ്റ്. അതായത് ഫെലിസ് ജീനസിന്റെ സവിശേഷതക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതകളും കാണിക്കുന്നവരാണ് ആര്? ഡൊമസ്റ്റിക്കസ് സ്പീഷീസിൽ പെടുന്നവർ. ഇതിൽ പെടാൻ കുറെ പേരൊന്നും ഉണ്ടാവില്ല, സ്പെസിഫൈ ചെയ്തേ പറയുകയുള്ളൂ. നമുക്ക് പൂച്ചയുടെ എല്ലാവരെയും നോക്കുകയാണെങ്കിൽ, വർഗീകരണ തലങ്ങൾ നോക്കുകയാണെങ്കിൽ, കിങ്ഡം അനിമേലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ കാർണിവോറ, അതേപോലെ ഫാമിലി ഫെലിഡെ, ജീനസ് ഫെലിസ്, സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് എന്നിങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇതിൽ ഇവരുടെ പേരെന്തായിരിക്കും? അപ്പോൾ നമ്മൾ പേരിൽ ഉൾപ്പെടുന്നത് ജീനസും സ്പീഷീസും മാത്രമാണ്. അപ്പോൾ ആദ്യം വരുന്നത് ജീനസ് ആയിരിക്കും, രണ്ടാമത് വരുന്നത് എന്തായിരിക്കും? സ്പീഷീസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കാറ്റിന്റെ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം എന്തായിരിക്കും? ജീനസ് ഫസ്റ്റും സ്പീഷീസ് ഫസ്റ്റ് സെക്കൻഡ് എഴുതുമ്പോൾ ഫെലിസ് ഡൊമസ്റ്റിക്കസ്. എന്താണ്? ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്നാണ് വരിക. ഇതാണ് പൂച്ചയുടെ ശാസ്ത്രീയമായ നാമം വരുന്നത്. ഇത് മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ഇതേപോലെ ഓരോ മൃഗത്തെയും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ ഡോഗ്, അതേപോലെ ടൈഗർ എന്നിങ്ങനെയൊക്കെ നമ്മൾ പൂച്ചയെ പറഞ്ഞതുപോലെ സ്പെസിഫൈ ചെയ്ത് പറയാവുന്നതാണ്.
കുറച്ച് എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് എന്തിനാണ് പൂച്ചയുടേതാണ് കേട്ടോ.